ഹലോ അമ്മാരി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ന്യൂ ഇയർ ഔട്ട് ആട്ടോ. ഞാൻ ഇക്കാക്കന്റെ കൂടെ 7 കൊല്ലമായി ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഇപ്പതാ ഞാനും കൈ കൂടെ ഒന്നും കൂടി പോവാണ്. നമ്മള് എല്ലാ കൊല്ലവും ടിക്കറ്റ് ഒക്കെ എടുത്ത് ഏതെങ്കിലും ഒരു പാർട്ടി പോയി സത്യത്തിൽ എൻജോയ് ചെയ്യലാണ്. പക്ഷെ ഈ പ്രാവശ്യം അതൊന്നുമില്ല. ഞാനും കാക്കി മാത്രം ജസ്റ്റ് കാലിക്കറ്റ് ഒക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് അതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ ജവാദ് പുറത്തു പോയപ്പോൾ പറയുന്നുണ്ട് നല്ല ബ്ലോക്കാണ്, എന്നെ പോവാൻ കഴിയുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് എന്റെ പുതിയ മൈക്കാട്ടോ. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ഞാൻ പുതിയത് വാങ്ങിയതാണ്, ഫസ്റ്റായിട്ട് വാങ്ങാൻ. ഇത് നല്ലതിന് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കണം. അതിൻ്റെ ഇടയ്ക്ക് കാരണം ഷൂ ഒന്ന് പോളി ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കഴിഞ്ഞ് നേരെ പോകണം നമ്മൾ ഹൈലൈറ്റിലേക്കാണ്. ഫസ്റ്റ് അവിടെ നിന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ കൊല്ലത്ത് നമ്മൾ ന്യൂ ഇയർ അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫസ്റ്റ് ഇത് അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ കൊല്ലം എൻ്റെ കൂടെ ഷിഫാന ഉണ്ടായിരുന്നു കേട്ടോ. അവളാണ് എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ ആടിപ്പാടി കളിക്കാനൊക്കെ ഉണ്ടാവൽ. പക്ഷേ ഈ കൊല്ലം അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കൂടെ അവൾക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ ഹൈലൈറ്റിലേക്ക് കയറിയപാട് മനസ്സിലായിട്ട് അവിടെ നല്ല ക്രൗഡാണ്, നല്ല ആൾക്കാർ ഇടിച്ച് കയറി വരുന്നുണ്ട്. പിന്നെ അടിപൊളി പരിപാടിയുണ്ട്, നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ മേലേക്ക് പോയിട്ടോ. പിന്നെ പോകുമ്പോൾ തന്നെ നമുക്ക് രണ്ടുപേർക്ക് അറിയുന്നു പണ്ടത്തെ മാതിരി അങ്ങനെ കളിക്കാനൊന്നും കഴിയില്ല. കാരണം അത്രയും ക്രൗഡായി. നമ്മൾ കുറച്ച് ലൈറ്റ് ആയിട്ടല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ ഈ കളി കാണുമ്പോഴേക്ക് സത്യമായിട്ട് വെറുതെ വന്ന മാതിരിയുണ്ട്. പിന്നെ അങ്ങനെ ഫ്രണ്ട്സെല്ലാം 2-3 ആൾക്കാർ അവിടെ നിന്ന് കണ്ടത് മാത്രം. അവിടെ നിന്ന് നല്ലോണം കാണാൻ പോലും കണ്ടില്ല. ഒന്ന് ആസ്വദിച്ച് കാണാനുള്ള ഒരു ഗ്യാപ്പ് പോലും അവിടെ കിട്ടിയിട്ടില്ല. ഹൈലൈറ്റ് നമ്മളൊരു 10:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടു. പിന്നെ നേരെ പോണത് ഇങ്ങനെ ഗോകുലം മാളിലേക്കാണ്. അവിടെയും കൂടി ഒന്ന് നോക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇപ്പൊ സമയം 10:20. നമ്മള് മാക്സിമം എത്ര സമയം അപ്പൊ 1 അവറിനുള്ളിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറയും. എന്നിട്ട് നമ്മളൊരു കേക്ക് കട്ട് ചെയ്യും. അവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ. ഇപ്പൊ നമ്മള് ഗോകുലന്മാരുടെ അടുത്ത് തന്നെ എത്തിയിട്ട് അവിടെ TRAയിലും നടക്കുന്നുണ്ട് പാർട്ടി, അതേപോലെ ഗോകുലത്തിലും നടക്കുന്നുണ്ട് പാർട്ടി. അവിടേക്ക് എത്താൻ പറ്റുമോന്ന് അറിയില്ല. TRAയിലെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിന് 1500 രൂപ ടിക്കറ്റ് പറഞ്ഞപ്പോ നമ്മള് ക്യാൻസൽ ചെയ്തു. വരുന്ന സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഒന്നുണ്ടോ? എങ്ങനെ സൗണ്ട് ഒന്നുണ്ടോ? ടോപ്പിൽ വെച്ചിട്ടാ പാർട്ടി. നമ്മളിവിടെ വന്നിട്ട് ശരിക്കും മറ്റേ പോലെ തന്നെ വെച്ചു. എന്തിനാ ഞങ്ങൾ ഇവിടെ വന്നത് പറയൂ? സത്യത്തിൽ ഇവിടെ ആരുമില്ല. കാരണം മേലെ പ്രൈവറ്റ് പാർട്ടി നടക്കുന്നതിനെ കൊണ്ട് ഇവിടെ ഒരൊറ്റ കുട്ടികളില്ല. വന്നത് വെറുതെ ആയി. വന്ന സ്ഥിതിക്ക് ഞാൻ കാക്കനെ കൊണ്ട് ഒരു ബ്രൗണി വാങ്ങിച്ചിട്ടോ. കാക്ക പിന്നെ തെരി തെരി അടക്കി ഇങ്ങോട്ട് തെരി. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. തെരി കാക്ക രസനാ? രസ
അങ്ങനെ ഗോകുലമാൾ നമ്മൾ ഇറങ്ങിയിട്ടോ. പോണ വഴിക്ക് ഓരോരോ കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സ്ക്വയറൊക്കെ കാണാൻ അടിപൊളി, ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് വേറെ തന്നെ വൈബ് ചെയ്യുന്നു കേട്ടോ അവിടെ. ഇവിടുന്ന് നേരെ പോണത് നമ്മൾ SM സ്ട്രീറ്റിലേക്ക് കേട്ടോ. അവിടുന്ന് ഷെർജുക്കനെ കണ്ട് ഷെർജുക്കാനും എല്ലാവരും കണ്ടത് ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയാന്ന് വിചാരിച്ചു. ന്യൂ ഇയർ പൊളിക്കവാ നമുക്ക് പബ്ബ് അറിയോ? ഒരു ഹാപ്പി ന്യൂ ഇയർ എന്താ പറയണ്ടേ ഇനി പറയുന്ന പാടില്ല. ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഫസ്റ്റ് കിട്ടിയ സമ്മാനമായ ആ രസമത്തെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയി നമ്മൾ ബീച്ചിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും വിചാരിച്ച് ബീച്ചിൽ വെച്ചിട്ടാക്കുക ഈ പ്രാവശ്യം ന്യൂ ഇയർ എന്ന്. ടൈം ഇപ്പോൾ 11:30 മണിയൊക്കെയാണ് കേട്ടോ. പോണ വഴിക്കൊക്കെ നല്ല ബ്ലോക്കാണ്. കറക്റ്റ് ടൈമിന് അവിടെ എത്തുമെന്ന് പോലും അറിയില്ല. അങ്ങനെ ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോൾ മനസ്സിലായി പോലീസുകാരൊന്നും അവിടേക്ക് വണ്ടി കടത്തി വിടുന്നില്ല എന്ന്. അങ്ങനെ ബീച്ച് ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചിട്ടായിട്ട് നമ്മളിപ്പോൾ നടക്കണം അവിടേക്ക്. ബീച്ചിൽ കയറിയ പോലെ തന്നെ ഈ ബലൂൺ ഞാൻ കണ്ടിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ വാങ്ങലുണ്ട്. അപ്പോൾ പിന്നെ ന്യൂ ഇയർ ആയതിനെ കൊണ്ട് സ്പെഷ്യലായിട്ടൊന്നും കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. വണ്ടി റേസിംഗ് ഇങ്ങനെ എല്ലാവരും ഓടും. അങ്ങനെ ബീച്ചിൽ നിന്ന് നമ്മൾ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് അടുത്തുള്ളൊരു കഫേയിൽ കയറിയിട്ട് അവിടുന്ന് ചെറിയ കേക്കൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ 2 പേരെ